ഒരു മനുഷ്യനെ കണ്ടെത്താൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന് 10 വർഷമെടുത്തു. അവനെ കണ്ടെത്താൻ സാറ്റലൈറ്റുകളും സ്പൈ നെറ്റ്വർക്കുകളും ആയിരക്കണക്കിന് ആളുകളും ഉപയോഗിച്ചു. പക്ഷേ അവസാനത്തിൽ അവനെ കണ്ടെത്തിയത് ഒരു ചെറിയ തെറ്റായിരുന്നു. 2001 സെപ്റ്റംബർ 11, ലോകം ഒരിക്കലും മറക്കാത്ത ദിവസം. അമേരിക്കയിലെ ട്വിൻ ടവേഴ്സ് തകർന്നപ്പോൾ ലോകം മുഴുവൻ ഒരു പേരിലേക്ക് തിരിഞ്ഞു: ഒസാമ ബിൻ ലാദൻ. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യവേട്ട ആരംഭിച്ചു. CIA, നേവി സീൽസ്, ഇന്റലിജൻസ് ഏജൻസീസ് എല്ലാവരും ഒരേയൊരു ലക്ഷ്യം: ഫൈൻഡ് ഹിം അറ്റ് എനി കോസ്റ്റ്. പക്ഷെ പ്രശ്നം എന്തായിരുന്നു അറിയാമോ? ഒസാമ ഒരു നിഴൽ പോലെയായിരുന്നു. ഫോണില്ല, ഇന്റർനെറ്റില്ല, ഒരു ട്രീസ് പോലുമില്ല. വർഷങ്ങൾക്കിപ്പുറം ഒരു ചെറിയ ക്ലൂ ലഭിച്ചു. ഒരു കൊറിയർ. ആളാരെന്നറിയില്ല, പക്ഷേ അവൻ ഒസാമയോടടുത്തവൻ. ആ കൂറിയറിനെ കണ്ടെത്താൻ CIA മാസങ്ങളോളം കാത്തിരുന്നു. അവൻ ഇവിടെ പോകുന്നു, ആരെ കാണുന്നു, എല്ലാം അവർ നിരീക്ഷിച്ചു. ഒരു ദിവസം അവൻ ഒരു അജ്ഞാത സ്ഥലത്ത് പ്രവേശിച്ചു. പാകിസ്ഥാനിലെ ഒരു നഗരത്തിൽ ഒരു വിചിത്രമായ വീട്. വലിയ മതിലുകൾ, CCTV ഇല്ല, ഫോൺ ലൈനില്ല. പക്ഷേ അകത്തെന്തോ ഒളിഞ്ഞിരുന്നു. ആ വീട്ടിൽ ഒരാളുണ്ടായിരുന്നു, പുറത്തൊരിക്കലും വരാത്ത ഒരാൾ. CIA അവനെ വിളിച്ചത് ദ പേസർ. ഇവൻ ഒസാമയാണോ, അല്ലെങ്കിൽ ഒരു വലിയ തെറ്റാണോ? അമേരിക്കയ്ക്കൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. അവസാനം ഒരു ഉത്തരവ് നൽകി: ഗോ ആൻഡ് ഫിനിഷ് ഇറ്റ്. ഇതൊരു മിഷനല്ല, ഇത് ചരിത്രം മാറ്റുന്ന ഒരു രാത്രിയായിരുന്നു. 2011 മെയ് 2 രാത്രി. എല്ലാവരും ഉറങ്ങുമ്പോൾ ചരിത്രം ഉണർന്നിരുന്നു. രഹസ്യ ഹെലികോപ്റ്ററുകൾ പാകിസ്ഥാനിലേക്ക് കടന്നു. പക്ഷേ എല്ലാം പ്ലാന് പോലെ പോയില്ല. ഒരു ഹെലികോപ്റ്റർ കൃത്യമായി ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം മിഷൻ തകരാൻ പോവുകയായിരുന്നു. എങ്കിലും അവർ നിർത്തിയില്ല. നേവി സീൽസ് മതിൽ കടന്നു. വീട്ടിൽ 1-ാം നില ക്ലിയർ, 2-ാം നില ക്ലിയർ, 3-ാം നില അവിടെ എന്തോ കാത്തിരുന്നു. ഒരു വാതിൽ തുറന്നു. അകത്ത് വർഷങ്ങളായി ലോകം തിരഞ്ഞ ആളുണ്ടായിരുന്നു: ഒസാമ ബിൻ ലാദൻ. അടുത്ത ചില സെക്കൻഡുകൾ 10 വർഷത്തെ വേട്ട അവസാനിപ്പിച്ചു. ചില ശബ്ദങ്ങൾ, പിന്നെ നിശബ്ദത. മിഷൻ പൂർത്തിയായി. കോഡ് മെസ്സേജ് അയച്ചു: ജെറോണിമോ, EKIA. ലോകത്തിലെ ഏറ്റവും തിരയപ്പെട്ട മനുഷ്യൻ ഇനിയില്ല. ചില മണിക്കൂറുകൾക്ക് ശേഷം വാർത്ത പുറത്തു വന്നു. ലോകം മുഴുവൻ പ്രതികരിച്ചു. ആശ്വാസം, ആഘോഷം, ചോദ്യങ്ങൾ. അവസാനം മറ്റൊരു രഹസ്യം. അവന്റെ ശരീരം സമുദ്രത്തിൽ സംസ്കരിച്ചു. ഒരു സ്ഥലം പോലും ഓർമ്മയായി അവശേഷിക്കാതിരിക്കാൻ. ഒരു മനുഷ്യനെ കണ്ടെത്താൻ ലോകം 10 വർഷമെടുത്തു. പക്ഷേ ചോദ്യം ഇതാണ്: ഇത് ഒടുക്കമായിരുന്നോ, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമോ?